ഹായ്, ഏറെ രസകരമായ കളങ്കാവൽ എന്ന ചലച്ചിത്രം മമ്മൂട്ടിയും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചലച്ചിത്രം. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്തും വീഡിയോ ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. കഥയെ ആരംഭിക്കുന്നത് ഒരു മധ്യവയസ്കനിൽ നിന്നുമാണ്. അദ്ദേഹം തന്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് TV കാണുകയായിരുന്നു. ആ സമയം അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ അറ്റൻഡ് ചെയ്ത ശേഷം അദ്ദേഹം വന്ന് ഭാര്യയോട് പറഞ്ഞു, ജോലിസ്ഥലത്ത് നിന്ന് അത്യാവശ്യമായി വിളിച്ചതാണ്, വേഗത്തിൽ അവിടം വരെ ഒന്ന് പോകണം. അയാളുടൻ അവിടെ നിന്നിറങ്ങി. പക്ഷെ അയാൾ പോയത് ജോലിസ്ഥലത്തേക്കൊന്നുമായിരുന്നില്ല, അയാളുടെ കാമുകിയെ കാണാനായിരുന്നു. അയാളുടെ കാമുകി പറഞ്ഞതിലും നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നു. ദീപ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ഭർത്താവ് മരിച്ചുപോയ ദീപ പിന്നീട് ഇദ്ദേഹവുമായി അടുപ്പത്തിലായതാണ്. താൻ കാമുകന്റെ കൂടെ പോകുന്നു എന്ന് വീട്ടിൽ കത്തൊക്കെ എഴുതി വെച്ചിട്ടാണ് ദീപ ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. അയാൾ ദീപയുമായി ഒരു ലോഡ്ജിലേക്ക് പോയി. അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അയാൾക്ക് അയാളുടെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യണം. അതിനെപ്പറ്റിയൊക്കെ അവരുടെ സംസാരം നീണ്ടു. ശാരീരിക ബന്ധത്തിന് ശേഷം കട്ടിലിൽ കിടന്നിവർ സംസാരിക്കുകയായിരുന്നു. ന്യൂസിൽ അപ്പോഴാണ് സ്വത്തിനു വേണ്ടിയിട്ട് സഹോദരങ്ങൾ തമ്മിൽ നടന്ന കൊലപാതകത്തെ പറ്റിയൊക്കെ കാണിക്കുന്നത്. അത് കണ്ട് ദീപ ചോദിച്ചു, ഇങ്ങനെ ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാൻ പറ്റുമോ? അത് കേട്ടുകൊണ്ടിരുന്ന അയാൾ പറഞ്ഞു, വേണ്ടി വന്ന ചില സാഹചര്യത്തിൽ ചിലർക്ക് ചിലരെ കൊല്ലേണ്ടി വരും. ഞാനും പല കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ, അത് വല്ല മൃഗങ്ങളെയുമായിരിക്കും. ചിരിച്ചുകൊണ്ട് ദീപ പറഞ്ഞു. പക്ഷേ അത് കേട്ട അയാൾ ഒരു വല്ലാത്ത ചിരിയായിരുന്നു ചിരിച്ചത്. അയാൾ ദീപയോട് പറഞ്ഞു, ചിലർ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്, അതിലവർക്കൊരു കിക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്നെ കൊല്ലാൻ പോകുവാണോ? അവള് ചിരിയോടെ തന്നെ ചോദിച്ചു. വേണ്ടി വന്ന ചിലപ്പോ ഞാൻ നിന്നെ കൊല്ലും. അയാളും മറുപടി കൊടുത്തു, ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്ക്, എന്റെ വൈഫും കുട്ടികളും അടങ്ങുന്ന സന്തോഷകരമായ കുടുംബം. നീ അങ്ങോട്ടേക്ക് കയറി വരുന്നു. നീ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് നിന്നെ വേണ്ട. അപ്പോ എന്താ ചെയ്യുക? അങ്ങ് കൊന്നുകളയും, അതല്ലേ? അതും പറഞ്ഞ് തമാശ രീതിയിൽ അയാൾ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലൂടെ ചുരിദാറിന്റെ ഷോൾ ചുറ്റി. പിന്നെ പതിയെ മുറുക്കി കാണിച്ചു. ഇതെല്ലാം തമാശയായിട്ടേ ദീപ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ആ ഭാവം മാറി. അയാൾ ആ ഷാളങ്ങ് മുറുക്കി വലിച്ചു. ശ്വാസം മുട്ടി ദീപ പിടഞ്ഞു. അധികം വൈകിയില്ല, അവൾ കൊല്ലപ്പെട്ടു. അവൾ മരിച്ചു എന്നുറപ്പായ ശേഷം അവളുടെ ബോഡി അയാൾ താൻ കൊണ്ടുവന്ന വലിയ സ്യൂട്ട് കേസിലാക്കി. ശേഷം ലോഡ്ജിൽ നിന്നിറങ്ങി കാറിലേക്ക് കയറി. കഥ അവിടെ നിന്ന് പോകുന്നത് കോട്ടായിക്കോട് എന്ന് പറയുന്ന ഒരു ഇടത്തേക്കാണ്. അവിടെ ഒരു കമ്മ്യൂണൽ ലഹള നടന്നിരുന്നു. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് വരുന്നു. നത്തെന്നായിരുന്നു അയാളുടെ വിളിപ്പേര്. അവിടുത്തെ പ്രശ്നങ്ങൾ ജയകൃഷ്ണന് ബാബു എന്ന മറ്റൊരു പോലീസുകാരൻ വിശദീകരിച്ചു കൊടുത്തു. മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന വിമൽ എന്ന യുവാവ് അയാളുടെ സഹോദരി വിമല യൂസഫ് എന്ന പേരുള്ള ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. 6 മാസം മുമ്പാണ് ഈ ഒളിച്ചോട്ടം നടന്നത്. യൂസഫ് സ്ത്രീകളുടെ വിഷയത്തിൽ കുറച്ച് തൽപരകക്ഷിയാണെന്ന് നാട്ടിലൊരു സംസാരമുണ്ട്. പക്ഷെ അവർ ഒളിച്ചോടി എന്നുള്ള കാര്യം നാട്ടുകാർ തന്നെ പറഞ്ഞു പരത്തിയതാണെന്നും ചിലരൊക്കെ പറയുന്നു. ആ പെൺകുട്ടി വിമല പക്ഷേ ഇപ്പോഴും മിസ്സിംഗ് ആണ്. സംഭവങ്ങളൊക്കെ അറിഞ്ഞ് മിലിറ്ററിയിൽ നിന്നും വിമൽ വന്നു. യൂസഫിന്റെ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കി. യൂസഫ് ആ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. യൂസഫ് തിരിച്ചെത്തി കഴിഞ്ഞപ്പോ യൂസഫ് തന്റെ ആൾക്കാരെയും കൂട്ടിപ്പോയി വിമലുമായി വലിയ പ്രശ്നം തന്നെ തീർത്തു. അത് പതുക്കെ പതുക്കെ വളർന്ന് 2 സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തമ്മിലുള്ള പ്രശ്നമാവുകയും വളരെ വലിയൊരു കമ്മ്യൂണൽ ലഹളക്ക് വഴിവെക്കുകയും ചെയ്തു. കാര്യങ്ങൾ ജയകൃഷ്ണൻ ഏറെക്കുറെ മനസ്സിലാക്കി. 2 കൂട്ടരോടും സംസാരിച്ചു. നാട്ടുകാരൻ നാട്ടിൽ പലതും പറഞ്ഞു വരുത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിശ്വസിച്ചായിരുന്നു വിമൽ സംസാരിച്ചത്. കല്യാണപ്രായം കഴിഞ്ഞു നിന്ന വിമലയെ യൂസഫ് വളച്ചു കൊണ്ടുപോയി എന്നാണ് നാട്ടുകാരുടെ പക്ഷം. പക്ഷേ യൂസഫ് ആകട്ടെ വിമലയെ പരിചയം പോലുമില്ല എന്നാണ് പറയുന്നത്. ജയകൃഷ്ണൻ വിമലിനടുക്കൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിച്ചു, യൂസഫിന്റെ കൂടെ തന്നെയാ വിമല പോയത് എന്ന് നിനക്കെന്താ ഉറപ്പ്? അവൾ എഴുതി വെച്ചിട്ട് പോയ കത്തിൽ ഒരു മുസ്ലിം പയ്യന്റെ കൂടെയാ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വിമല യാഥാർത്ഥ്യത്തിൽ എവിടെയാണെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ഒളിച്ചോട്ടമാണെന്ന രീതിയിൽ ആദ്യമേ വന്നതുകൊണ്ട് പോലീസും കാര്യമായി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വർഗീയ കലാപം ഉടലെടുക്കുന്ന ഘട്ടത്തിലാണ് അന്വേഷണം തീവ്രമാകുന്നത്. വിമലയുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് ജയകൃഷ്ണൻ അന്വേഷണം തുടങ്ങി. ഫോൺ റെക്കോർഡ്സ് എടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി വിമല കാണാതാവുന്നതിന് മുമ്പ് അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പയ്യനാണ്. അവൾ അവിടുന്ന് പോയ ശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് വീണ്ടും സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. ജയകൃഷ്ണൻ ആ പയ്യന്റെ ഡീറ്റെയിൽസ് എടുത്തു. അവനെ പിടിക്കുവാനും അന്വേഷണത്തിനുമായി തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടു. ഇതേ സമയം വിമലും സംഘവും പോലീസ് സ്റ്റേഷനിലുള്ള ഒരാളുടെ സഹായത്തോടെ തമിഴ്നാട്ടിലെ ആ പയ്യന്റെ ഡീറ്റെയിൽസ് കരസ്ഥമാക്കിയിരുന്നു. ജയകൃഷ്ണന് മുമ്പ് ആ പയ്യനെ പൊക്കുവാൻ അവരും പുറപ്പെട്ടു. സ്റ്റീഫൻ എന്നായിരുന്നു തമിഴ്നാട്ടിലെ പയ്യന്റെ പേര്. ജയകൃഷ്ണൻ സ്റ്റീഫന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ വിമലും സംഘവും സ്റ്റീഫനെ പൊക്കി കണക്കിന് പെരുമാറി. വിവരമറിഞ്ഞ് ജയകൃഷ്ണൻ എത്തുമ്പോഴേക്കും തല്ലിച്ചതച്ച മട്ടിൽ സ്റ്റീഫനെ ഉപേക്ഷിച്ച് വിമലും സംഘവും പോയിരുന്നു. അവശനിലയിലായിരുന്ന സ്റ്റീഫനെ ജയകൃഷ്ണൻ ആശുപത്രിയിൽ എത്തിച്ചു. സ്റ്റീഫന്റെ അടുക്കൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. വിമലയെ സ്റ്റീഫനൊരു പരിചയവും ഉണ്ടായിരുന്നില്ല. സ്റ്റീഫന്റെ പേരിലുള്ള നമ്പറിലേക്ക് കോളുകൾ
വന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ആ നമ്പർ ഉപയോഗിക്കുന്നത് സ്റ്റീഫൻ അല്ല, സ്റ്റീഫന്റെ കസിനായ സെൽവിക്ക് വേണ്ടിയെടുത്ത സിമ്മാണത്. സെൽവിയെ പറ്റി ഉടൻ ജയകൃഷ്ണൻ ചോദിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വിവരം ജയകൃഷ്ണൻ അറിയുന്നത്. സെൽവിയും 8 മാസം മുമ്പ് ഏതൊരു പയ്യന്റെ ഒപ്പം ഒളിച്ചോടിപ്പോയി. പിന്നീട് വിവരമൊന്നുമില്ല. സെൽവിയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ജയകൃഷ്ണൻ ശ്രമിച്ചു. പോലീസ് സ്റ്റേഷനിൽ തിരക്കുമ്പോൾ ആ പെൺകുട്ടി ഒളിച്ചോടിപ്പോയതാണെന്നും അതുകൊണ്ട് കാര്യമായ ഒരു അന്വേഷണമൊന്നും നടന്നിട്ടില്ല എന്ന കാര്യവും പോലീസിൽ നിന്ന് ജയകൃഷ്ണന് മനസ്സിലായി. ആ പെൺകുട്ടിയുടെ ഫോണും ഒളിച്ചോടിപ്പോയ ശേഷം ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടിരുന്ന പയ്യന്റെ ഫോണും സ്വിച്ച്ഡ് ഓഫ് ആണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നും സെൽവിയെ വിളിച്ചുകൊണ്ടിരുന്ന കാമുകന്റെ നമ്പർ ജയകൃഷ്ണന് കിട്ടി. അതൊരു കേരള നമ്പർ ആയിരുന്നു. ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അത് സിന്ധു എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ നമ്പറാണ്. അങ്ങനെ ജയകൃഷ്ണൻ സിന്ധുവിന്റെ വീട് തേടി ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അടുത്ത് ഞെട്ടിക്കുന്ന കാര്യം കേട്ടു. സിന്ധു 1 വർഷം മുമ്പേ ഒളിച്ചോടിപ്പോയതാണ്. സിന്ധുവിന്റെ കാമുകന്റെ നമ്പർ അവർ ട്രേസ് ചെയ്തെടുത്തു. അത് ചെന്നെത്തിയതോ ഷഫാന എന്നു പേരുള്ള മറ്റൊരു പെൺകുട്ടിയിലും. ആ പെൺകുട്ടിയും മിസ്സിംഗ് ആണ്. ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ് അറിയുന്നത്. ഷഫാനയുടെ കാമുകന്റെ നമ്പർ എടുത്തപ്പോൾ അത് ബബിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടേതാണ്. ബബിതയുടെ കാമുകന്റെ നമ്പർ എടുക്കുമ്പോൾ അത് രാഗി എന്നു പേരുള്ള മറ്റൊരു പെൺകുട്ടിയുടേത്. അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതായത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി നിരവധി പെൺകുട്ടികൾ ഒളിച്ചോടുന്നു. ആ പെൺകുട്ടികളുടെ കാമുകന്മാരുടെ നമ്പർ എടുക്കുമ്പോൾ അതെല്ലാം തന്നെ മറ്റൊരിടത്തു നിന്ന് ഒളിച്ചോടിയ വേറെ പെൺകുട്ടിയുടെ നമ്പറാണ്. ഒളിച്ചോട്ടമായതുകൊണ്ടും കത്തുകൾ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ടും പോലീസ് ഈ കേസൊന്നും കാര്യമായി പരിഗണിച്ചിട്ടും അന്വേഷിച്ചിട്ടുമില്ല. ചില പെൺകുട്ടികളുടെ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ ലെറ്റേഴ്സും വരും. ജീവിതം സുഖമായി പോകുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന്. അത് കാരണം ഒളിച്ചോടിയ പെൺകുട്ടിയുടെ വീട്ടുകാരും ആ പെൺകുട്ടികളെ പറ്റി കാര്യമായി അന്വേഷിച്ചിട്ടുമില്ല. ഒളിച്ചോടിയ പെൺകുട്ടികളാകട്ടെ പലരും വിധവകളും കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുന്നവരും ഡിവോഴ്സ് ആയവരുമൊക്കെയാണ്. കേസിന്റെ രീതിയിലും ഒരു പ്രത്യേകതയുണ്ട്. ഒരു പെൺകുട്ടി ഒളിച്ചോടുന്നത് കേരളത്തിലാണെങ്കിൽ ആ പെൺകുട്ടിയെ വിളിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള പെൺകുട്ടിയുടെ മൊബൈൽ നമ്പറാണ്. പിന്നീട് കേരളത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പെൺകുട്ടിയുടെ നമ്പർ വെച്ച് തമിഴ്നാട്ടിലെ മറ്റൊരു പെൺകുട്ടിയോട് ആരോ സംസാരിച്ച് അവളുമായി ഒളിച്ചോടുന്നു. അങ്ങനെ അത് തുടർന്നു പോകുന്നു. ജയകൃഷ്ണൻ ഇതൊക്കെ അറിഞ്ഞപ്പോൾ അമ്പരപ്പ് തോന്നി. വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ പോലെ തോന്നുന്നു. മിസ്സിംഗ് ആയ പെൺകുട്ടികളിൽ ഒരാൾ പോലും പിന്നീട് കാണപ്പെട്ടിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. കഥ അവിടെ നിന്നും വീണ്ടും കൊലപാതകിയായ മധ്യവയസ്കനിലേക്ക് നീങ്ങുന്നു. അയാളുടെ അടുക്കൽ വീട്ടിൽ ബോബി എന്നു പേരുള്ള ഒരു യുവാവ് വന്നിരിക്കുകയാണ്. സഹായം ചോദിച്ചാണ് വരവ്. സ്വർണ്ണപ്പണിക്കും മറ്റാവശ്യങ്ങൾക്കുമായി അവൻ കുറച്ച് സൈനൈഡ് ലൈസൻസോടുകൂടി വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വീടിന്റെ സിറ്റൗട്ടിലിരുന്ന ആ സൈനൈഡ് അയൽ വീട്ടിലെ ഒരാളുടെ നായ വന്ന് മണപ്പിച്ചു. അത് നക്കുകയും ചെയ്തിട്ടുണ്ടാകും. പോട്ടിൽ തന്നെ വില കൂടിയ ആ നായ ചത്തു. അതിന്റെ പേരിൽ അയൽക്കാരൻ വലിയ പ്രശ്നമുണ്ടാക്കുകയാണ്. കേസും മറ്റുമായി പോയാൽ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ആ മധ്യവയസ്കനോട് എങ്ങനെയെങ്കിലും അതൊന്ന് സംസാരിച്ച് സോൾവ് ആക്കണം എന്ന് പറഞ്ഞ് സഹായം ചോദിച്ചിട്ടാണ് അയാൾ എത്തിയിരിക്കുന്നത്. ബോബിയിൽ നിന്നായിരുന്നു സൈനൈഡിനെ പറ്റി അയാൾ കേൾക്കുന്നത്. സൈനൈഡിന്റെ വശങ്ങളെപ്പറ്റിയും അതവിടെ നിന്നാണ് വാങ്ങുന്നതെന്നും കാര്യങ്ങളും എല്ലാം തന്നെ അയാൾ ചോദിച്ച് മനസ്സിലാക്കി. അടുത്ത ദിവസം തന്നെ അയാൾ പണി തുടങ്ങി. സൈനൈഡ് വിൽക്കുന്ന ഒരു കടയിൽ പോയി ജ്വല്ലറി ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അയാൾ കുറച്ച് സൈനൈഡ് കൈവശപ്പെടുത്തി. പക്ഷേ ഈ സൈനൈഡ് ഉപയോഗിച്ചാൽ ഒരാൾ എത്ര വേഗം മരിക്കും, എത്രത്തോളം ഉപയോഗിക്കണം, ഇതൊക്കെ അറിയുവാൻ അയാൾ ഒരു കാര്യം ചെയ്തു. സൈനൈഡ് കുറച്ച് ആഹാരത്തിൽ മിക്സ് ചെയ്ത് വഴിയരികിലിരുന്ന ഒരു പിച്ചക്കാരന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. വൃദ്ധനായ അയാൾ ആ ആഹാരം കഴിച്ചു. അയാൾ അവിടെ നിന്ന് മാറി കുറച്ചപ്പുറം വെയിറ്റ് ചെയ്തിരുന്നു. വൃദ്ധൻ ആഹാരം കഴിച്ച് കുറച്ചു കഴിഞ്ഞതും അയാൾ കൊല്ലപ്പെട്ടു. അയാൾ പൂർണ്ണമായി മരിച്ചോ എന്നാ കില്ലർ വന്ന് പരിശോധിച്ചിരുന്നു. പിന്നീട് അയാൾ കേരളത്തിലെത്തി. ഒരു ബ്രോക്കറെ കണ്ടുപിടിച്ച് താൻ വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണെന്നും കുറച്ച് പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് വേണം എന്ന മട്ടിലും അയാളോട് സംസാരിച്ചു. അയാൾക്ക് കൈമടക്ക് കൊടുത്ത് ഡിവോഴ്സ്ഡ് ആയതും വിവാഹപ്രായം കഴിഞ്ഞ് വിവാഹം കഴിയാതെ നിൽക്കുന്നതും വിധവകളായിട്ടുള്ളവരുമായ കുറച്ച് സ്ത്രീകളുടെ നമ്പറും മറ്റും അയാൾ ഒപ്പിച്ചെടുത്തു. അതിൽ നിന്നും തുണിക്കടയിൽ ജോലി നോക്കുന്ന ഒരു സ്ത്രീയെ വളച്ചെടുക്കാൻ വേണ്ടി ആ കില്ലർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ഓപ്പണായി തനിക്ക് കല്യാണത്തിനോ ഒരു ബന്ധത്തിനോ താല്പര്യമില്ല എന്ന് പറഞ്ഞ അയാളെ അവിടെ നിന്ന് ഓടിച്ചു. അയാൾ ഈ കൊലപാതകങ്ങൾക്കായി പോകുന്ന സമയത്ത് താമസിക്കുന്നതെല്ലാം ഒറ്റപ്പെട്ട ഒരിടത്തുള്ള ഒരു വീട്ടിലാണ്. അയാളുടെ ഒരു സങ്കേതം. അവിടെ അയാളുടെ മുറിയിൽ ബുക്കൊക്കെയുണ്ട്. ആ ബുക്കിൽ താൻ കൊല്ലുന്ന സ്ത്രീകളുടെ ചിത്രമൊക്കെ അയാൾ വരച്ചു വെക്കുമായിരുന്നു. നോട്ടമിട്ട ആ സ്ത്രീക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മറ്റൊരു സ്ത്രീയെ അയാൾ ഉന്നം വെച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി മാറി മാറിപ്പോയി പല സ്ത്രീകളുമായി അയാൾ അടുപ്പം സ്ഥാപിക്കുകയും അവരെ തന്റെ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ചിലർ വലയിലായപ്പോൾ അവരുമായി അയാൾ അമ്പലത്തിലെത്തി താലി കെട്ടി. പിന്നീട് അവരെ ലോഡ്ജിലേക്ക് കൊണ്ടുപോയി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. പിന്നെയാണ് അയാൾ അയാളുടെ പരിപാടിയിലേക്ക് കടന്നത്. തനിക്ക് ബാധ്യതയായേക്കാവുന്ന ആ സ്ത്രീയെ ഒഴിവാക്കണം. അതിനയാൾ കണ്ടെത്തിയത് സൈനൈഡ് പുരട്ടി
കിട്ടിയ ഗർഭനിരോധന ഗുളികകളായിരുന്നു. ലോഡ്ജിൽ നിന്നും മറ്റെങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞ് തന്റെ കൂടെയുള്ള സ്ത്രീയുമായി അയാൾ അടുത്തുള്ള സ്റ്റാൻഡിലെത്തും. ആ ബസ് സ്റ്റാൻഡിലെ ബാത്റൂമിലേക്ക് പോയി ഗർഭനിരോധന ഗുളിക കഴിക്കാൻ അയാൾ ആവശ്യപ്പെടും. തങ്ങൾക്ക് പെട്ടെന്ന് കുട്ടി വേണ്ടെന്നും കുറച്ചു കഴിഞ്ഞ് മതിയെന്നും അതുകൊണ്ട് ഈ ഗുളിക കഴിച്ചോളൂ എന്നുമാണ് അയാൾ പറയുന്നത്. സ്നേഹത്തോടെയുള്ള അയാളുടെ വാക്കുകൾ കൂടെയുള്ള ആ ലേഡി വിശ്വസിക്കും. ഗുളിക തിന്നാൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ചിലപ്പോൾ ഛർദ്ദിക്കാൻ വരുമെന്നും അതുകൊണ്ട് 5 മിനിറ്റ് അവിടെ തുടർന്ന ശേഷം പുറത്തേക്ക് വന്നാൽ മതി എന്നുമായിരിക്കും അയാൾ പറയുക. സ്ത്രീകളുടെ ആഭരണവും പണവും മറ്റും അയാളുടെ കൈവശമുണ്ടായിരിക്കും. സ്ത്രീകൾ ഗുളികയുമായി ആ ബസ് സ്റ്റേഷന്റെ ടോയ്ലറ്റിലേക്ക് കയറും. പിന്നീട് ഒരിക്കലും അവർ തിരികെ വരാറില്ല. സൈനൈഡ് പുരണ്ട ആ ഗുളിക കഴിച്ച് ആ ടോയ്ലറ്റുകളിൽ തന്നെ അവർ കൊല്ലപ്പെടും. മറുവശത്ത് ജയകൃഷ്ണനാകട്ടെ അന്വേഷണം തുടരുകയാണ്. മിസ്സിംഗ് ആയ പെൺകുട്ടികളുടെ നമ്പർ കണക്ട് ചെയ്ത് ഒടുവിൽ സരോജ എന്നു പേരുള്ള ഒരു ലേഡിയുടെ വീട്ടിലേക്ക് ജയകൃഷ്ണൻ എത്തി. സരോജയുടെ മകൻ വിജു അവിടെ ഉണ്ടായിരുന്നു. വിജുവുമായി ജയകൃഷ്ണൻ സംസാരിച്ചു. സരോജയുടെ നമ്പർ ഒരു മിസ്സിംഗ് കേസുമായി കണക്ട് ആയിട്ടുണ്ട് എന്ന് ജയകൃഷ്ണൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അമ്മയുടെ ഫോൺ ഉൾപ്പെടെ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പോയതാണ്. അതൊരു പഴയ മോഡൽ ഫോൺ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നീട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനൊന്നും നിന്നില്ല. അവരുടെ ഫാമിലിയിൽ നിന്ന് ഏതെങ്കിലും പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടോ എന്ന മട്ടിൽ ജയകൃഷ്ണൻ ചോദിച്ചപ്പോ അങ്ങനൊന്നും ഇല്ലെന്നായിരുന്നു വിജുവിന്റെ മറുപടി. അത് ജയകൃഷ്ണന്റെ ഒരു ഡെഡ് എൻഡ് ആയിരുന്നു. സരോജയുടെ കയ്യിൽ നിന്ന് മിസ്സായ ഫോൺ കൊലപാതകിയുടെ കയ്യിലായിരിക്കും കിട്ടിയിരിക്കുന്നത് എന്ന മട്ടിൽ ജയകൃഷ്ണൻ ഊഹിച്ചു. ചിലപ്പോൾ ഈ കുറ്റവാളി അതുവരെ വിളിച്ചിരിക്കുന്ന ഫോണുകൾ മോഷ്ടിച്ചതുമാകാം. പലയിടത്തു നിന്നായി ഫോണുകൾ മോഷ്ടിച്ചെടുത്ത് അത് പെൺകുട്ടികളെ വിളിക്കാൻ ഉപയോഗിച്ചതുമാകാം. ആ സമയത്താണ് ജയകൃഷ്ണന്റെ ഒരു ലീഡ് കിട്ടുന്നത്. വിമലയുടെ മിസ്സിംഗ് കേസിൽ വിമല ഒളിച്ചോടിയ സമയത്ത് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അവളുടെ ഫോൺ ഓണായി. അവളുടെ ഫോൺ നമ്പറിൽ നിന്ന് മറ്റേതോ നമ്പറിലേക്ക് ഒരു കോൾ പോവുകയും ചെയ്തു. ആ ഫോൺ നമ്പറിന്റെ ഡീറ്റെയിൽസ് അടുത്ത ദിവസം കിട്ടും. ജയകൃഷ്ണൻ അതിൽ പ്രതീക്ഷയർപ്പിച്ചു. മറുവശത്ത് കില്ലറാകട്ടെ അഭിജ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ വളയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു. തമിഴ്നാട്ടിലുള്ള ആ പെൺകുട്ടിയെ വളയ്ക്കാൻ അവളുമായി ഒന്നിച്ച് കുറച്ചു ദിവസമായി കില്ലർ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. പതിയെ പരിചയത്തിലായി അവളുമായി പ്രണയം നടിക്കുകയും ചെയ്തു. അവളുടെ ഫോൺ നമ്പർ തരാൻ പറഞ്ഞപ്പോ അയാളുടെ ഫോണിൽ അവർ നമ്പർ അടിച്ചു കൊടുത്തു. ഈ സമയം കേരളത്തിൽ ജയകൃഷ്ണൻ വിമലയുടെ ഫോണിൽ നിന്ന് പോയ കോളിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയായിരുന്നു. അതെത്തിച്ചേർന്നത് അഭിജ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അഡ്രസ്സിലും ഡീറ്റെയിൽസിലുമാണ്. അതോടെ തമിഴ്നാട്ടിലുള്ള അഭിജയെ തേടി ജയകൃഷ്ണൻ എത്തി. അവിടെ എത്തിയപ്പോഴോ അഭിജയുടെ വീട്ടുകാർ ജയകൃഷ്ണനോട് പറഞ്ഞത് അഭിജ 2 ആഴ്ച മുമ്പ് ആരുടെ കൂടെയോ ഒളിച്ചോടിപ്പോയെന്നായിരുന്നു. കില്ലറാകട്ടെ തന്റെ സങ്കേതത്തിലിരുന്ന് അടുത്ത പെൺകുട്ടിയുടെ ചിത്രം തന്റെ ബുക്കിൽ ചേർത്തുകൊണ്ടിരുന്നു. പോലീസുകാർ നടത്തിയ അന്വേഷണത്തിൽ ഈ കൊലപാതകങ്ങൾക്കൊക്കെ പിന്നിൽ ഒരാളാണെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. കൂട്ടത്തിൽ ഒരു ലീഡും കൂടി അവർക്ക് കിട്ടി. കൃത്യം നടക്കുന്ന സമയത്ത് കില്ലർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണുകൾ തമിഴ്നാടിനടുത്തുള്ള മാർത്താണ്ഡം കുമാരൻകോവിൽ ഏരിയയിലാണ് കൂടുതൽ ഓണായി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് അന്വേഷണം നടത്താൻ ജയകൃഷ്ണനും മറ്റും തീരുമാനിച്ചു. ഒടുവിലായി മിസ്സിംഗ് ആയ അഭിജയുടെ ഫോൺ ഓണായിട്ടില്ല. അത് ഓണായി കഴിഞ്ഞാൽ അതുപയോഗിച്ച് കില്ലറെ പിടിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ജയകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഉറപ്പായും ആ കില്ലർ അടുത്തതായി വിളിക്കാൻ പോകുന്ന പെൺകുട്ടി കേരളത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും. കില്ലറിന്റെ ഒരു മോഡസ് ഓപ്പറാണ്ടി അത്തരത്തിലാണ് പോകുന്നത്. ഇതേസമയം കില്ലറാകട്ടെ അടുത്ത പെണ്ണിനെ വളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ത്രീയെ ഫോളോ ചെയ്ത് കില്ലർ അവർ ഡ്യൂട്ടി ചെയ്യുന്ന പലയിടത്തും എത്തി. അവരുമായി കില്ലർ പരിചയം സ്ഥാപിച്ചിരുന്നത് രാജേഷ് എന്ന പേരിലാണ്. കില്ലർ ആ സ്ത്രീയോട് തന്റെ ഫോൺ നമ്പർ തരാൻ പറഞ്ഞു. എന്നാൽ പിന്നെ തരാമെന്നായി ആ സ്ത്രീ. പക്ഷേ എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നും ഫോൺ നമ്പർ തരണമെന്നും അയാൾ നിർബന്ധം പിടിച്ചെങ്കിലും ഒരാഴ്ച കഴിയട്ടെ എന്നിട്ട് തരാം എന്നായിരുന്നു ആ സ്ത്രീയുടെ മറുപടി. കില്ലർ അതിലൊന്നും നിരാശനാവുന്നുണ്ടെങ്കിലും അയാൾ അതൊക്കെ മനസ്സിലൊതുക്കി. ഇതേസമയം ജയകൃഷ്ണൻ ആവട്ടെ കില്ലർ കൂടുതലും ആക്റ്റീവായിട്ടുള്ള തമിഴ്നാട്ടിലെ മാർത്താണ്ഡം എന്ന് പറയുന്ന ഇടത്തേക്ക് എത്തുകയായിരുന്നു. അവിടുത്തെ ലോക്കൽ പോലീസിന്റെ സഹായം ജയകൃഷ്ണൻ തേടുന്നുണ്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കേസായതുകൊണ്ട് മുഴുവൻ സമയം ജയകൃഷ്ണനെ അസിസ്റ്റ് ചെയ്യാനും കൂടെ അന്വേഷണത്തിൽ ഇടപെടാനും വേണ്ടി അവിടെ നിന്നൊരു പോലീസുകാരനെ നിയമിക്കാം എന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. മറ്റൊരു പോലീസുകാരൻ പറഞ്ഞു, കേസ് ഡീറ്റെയിൽ ഒക്കെ കേട്ടുകഴിഞ്ഞപ്പോ നിങ്ങളുടെ ടീമിൽ ചേരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു ഓഫീസർ വന്നു. അദ്ദേഹത്തെയാണ് നിങ്ങളുടെ ടീമിൽ ഇട്ടിരിക്കുന്നത്. സ്റ്റാൻലി ദാസ് എന്നാണ് അയാളുടെ പേര്. ജയകൃഷ്ണനും സംഘവും സ്റ്റാൻലിയെ മീറ്റ് ചെയ്തു. കഥയിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ആയിരുന്നു അത്. യാഥാർത്ഥ്യത്തിൽ ആ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുള്ള കില്ലറാണ് സ്റ്റാൻലി ദാസ്. അയാൾ ഒരു പോലീസ് ഓഫീസർ കൂടിയാണ്. തന്റെ കേസാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ജയകൃഷ്ണന്റെയും സംഘത്തിന്റെയും കൂടെ കൂടാൻ അയാൾ തീരുമാനിച്ചതും. ജയകൃഷ്ണനും സംഘത്തിനുമാകട്ടെ തങ്ങളുടെ കൂടെയുള്ളത് കില്ലറാണെന്ന് അറിയാനും പാടില്ല. ജയകൃഷ്ണൻ അതുവരെയുള്ള കേസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ സ്റ്റാൻലിയുമായി പങ്കുവച്ചു. കഥയവിടെ നിന്നും കില്ലറായ സ്റ്റാൻലി
മറ്റൊരു പെൺകുട്ടിയെ വലയിലാക്കി കൊണ്ടുപോകുന്നതിലേക്ക് തിരിയുന്നു. ദിവ്യ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. മറ്റു സ്ത്രീകളോട് ചെയ്ത പോലെ തന്നെ ഗർഭനിരോധന ഗുളിക കഴിക്കാൻ വേണ്ടി ദിവ്യയോടും പറഞ്ഞ് ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിലേക്ക് അയാൾ പറഞ്ഞുവിട്ടു. കഥ വീണ്ടും സ്റ്റാൻലിയുടെയും ജയകൃഷ്ണന്റെയും ടൈം ലൈനിലേക്ക് വരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ജീപ്പിൽ യാത്ര ചെയ്യുമ്പോൾ അവർ സംസാരിക്കുകയാണ്. സ്റ്റാൻലി മുമ്പ് സ്പെഷ്യൽ ബ്രാഞ്ചിലായിരുന്നെന്നും അവിടെ പക്ഷെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചുമ്മാ കറങ്ങിയടിച്ച് നടക്കുമായിരുന്നു എന്നായിരുന്നു സ്റ്റാൻലി പറയുന്നത്. റീജോയിൻ ചെയ്യുന്ന സമയത്താണ് ഈ കേസിനെ പറ്റി അറിയുന്നതെന്നും ഇൻട്രസ്റ്റ് തോന്നിയതിലേക്ക് വന്നതാണെന്നും സ്റ്റാൻലി അറിയിച്ചു. സംസാരമധ്യേ ഈ സ്ത്രീകളൊക്കെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് ജയകൃഷ്ണൻ പറഞ്ഞപ്പോ സ്റ്റാൻലിയും പറഞ്ഞു അത് ശരിയായിരിക്കും. ഇപ്പോ തന്നെ 10-30 പെണ്ണുങ്ങളായില്ലേ. ഉടനാണ് പോലീസ് ഡ്രൈവർ പറഞ്ഞത്. അത്രയൊന്നും ആയില്ലല്ലോ, 13 പേരെയല്ലേ ആയിട്ടുള്ളൂ. സ്റ്റാൻലിക്ക് പെട്ടെന്ന് അക്കിടി പറ്റിയ പോലെയായി. തനിക്കറിയാവുന്ന സത്യം അറിയാണ്ട് പുറത്തു വന്നതാണ്. അയാൾ പെട്ടെന്ന് തന്നെ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തു. ഈ പോക്ക് പോകുവാണെങ്കിൽ 10-30 വരെയെങ്കിലും ഇനിയും കൊണ്ടുപോകും. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള സ്ത്രീകളുടെ എല്ലാം ഫോൺ ഓഫ് ആയിരിക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചും തമിഴ്നാട്ടിൽ നിന്നും കാണാതായ സ്ത്രീകളുടെ ഫോൺ ഓഫ് ആയിരിക്കുന്നത് കേരളത്തിൽ നിന്നുമാണ്. ജയകൃഷ്ണൻ അതുകൊണ്ട് തന്നെ കേരളത്തിൽ പോയി സ്ത്രീകൾ മിസ്സിംഗ് ആയ സമയത്തുള്ള അവിടുത്തെ ക്രൈം റെക്കോർഡ്സ് നോക്കാൻ തീരുമാനിച്ചു. സ്റ്റാൻലിയും അത്തരത്തിൽ തമിഴ്നാട്ടിൽ ചെയ്യണം എന്ന നിർദ്ദേശവും ജയകൃഷ്ണൻ കൊടുത്തു. ഇതിനിടയിൽ തന്റെ അടുത്ത പദ്ധതിയെപ്പറ്റിയും ജയകൃഷ്ണൻ പറയുന്നുണ്ട്. കൊലയാളി അടുത്തതായി ഓണാക്കുക അഭിജയുടെ ഫോണായിരിക്കും. അത് വെച്ച് അവനെ ട്രാക്ക് ചെയ്ത് പിടിക്കാം. ആ സമയം തന്റെ കയ്യിലിരിക്കുന്ന അഭിജയുടെ ഫോണിലേക്ക് സ്റ്റാൻലി ഒന്ന് നോക്കുന്നുണ്ട്. ജയകൃഷ്ണന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം സ്റ്റാൻലി ആദ്യം ചെയ്തത് അഭിജയുടെ ഫോൺ നശിപ്പിച്ചു കളയലായിരുന്നു. തുടർന്ന് കാണാതായ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസും മറ്റ് ക്രൈം റെക്കോർഡ്സും ഒക്കെ വെച്ച് പരിശോധിച്ചപ്പോ കാണാതായ പെൺകുട്ടികൾ ബസ് സ്റ്റേഷന്റെയൊക്കെ ടോയ്ലറ്റിൽ വിഷം കഴിച്ച് കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയതിനെ പറ്റിയുള്ള വിവരം ജയകൃഷ്ണന് ലഭിച്ചു. കേരളത്തിൽ നിന്ന് മിസ്സായ പെൺകുട്ടികളുടെ മൃതശരീരം തമിഴ്നാട്ടിലെ ബസ് സ്റ്റേഷനുകളിൽ നിന്നും തമിഴ്നാട്ടിലെ പെൺകുട്ടികളുടെ മൃതശരീരം കേരളത്തിലെ ബസ് സ്റ്റേഷനുകളിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. അജ്ഞാത മൃതശരീരം എന്ന പേരിൽ എല്ലാം തന്നെ അടക്കം ചെയ്തിട്ടുമുണ്ട്. കണ്ടുകിട്ടിയ മൃതദേഹങ്ങൾ ഒരേ രീതിയിൽ വിഷം കഴിച്ചാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കേസുകളുടെ ചുവട് പിടിച്ച് ജയകൃഷ്ണൻ അന്വേഷണം ആരംഭിച്ചു. നേരത്തെ ഈ കേസുകൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ ജയകൃഷ്ണൻ ചെന്ന് കണ്ടു. ഡോക്ടറിൽ നിന്ന് ചില വിവരങ്ങൾ ജയകൃഷ്ണന് ലഭിച്ചു. പഴയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. കൊല്ലപ്പെട്ട സ്ത്രീ സൈനൈഡ് ഉള്ളിൽ ചെന്നാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മൃതദേഹം കിട്ടുമ്പോൾ തന്നെ പിങ്കിഷ് കളറായിരുന്നു. ആമാശയം തുറന്ന് പരിശോധിച്ചപ്പോൾ അതിൽ വല്ലാത്തൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. സൈനൈഡ് പോയിസന്റെ ലക്ഷണങ്ങളാണിതൊക്കെ. കൂടാതെ ഈ ബോഡിയുടെ അടുത്തു നിന്നും ഗുളികകളുടെ ഒരു കവറും കിട്ടി. അതിലും സൈനൈഡിന്റെ അംശമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടെ ജയകൃഷ്ണൻ അക്കാര്യത്തിൽ ഒന്നുകൂടി ഉറപ്പായി. ഇതൊരു സെക്സ് റാക്കറ്റ് ഒന്നുമല്ല. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന വ്യക്തി അയാളുടെ ആവശ്യം കഴിഞ്ഞ ശേഷം അവർക്ക് സൈനൈഡ് കൊടുത്ത് കൊല്ലുകയാണ്. അക്ഷരാർത്ഥത്തിൽ അത് കണ്ട് ജയകൃഷ്ണൻ ഞെട്ടിയിരുന്നു. മാത്രമല്ല ഈ കൊലപാതകങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട സ്ത്രീകൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. അതും ഫോഴ്സ് ചെയ്തുള്ള ലൈംഗിക ബന്ധമല്ല. അപ്പോൾ തന്ത്രത്തിൽ കൊലപാതകി തന്റെ ഇരകളെ കൊന്നുതള്ളുന്നതാണ്. ഒരുപക്ഷെ ഇര പോലും അറിയാതെ താൻ അന്വേഷിക്കുന്നത് ഒരു സൈക്കോപാത്തിനെയാണ് എന്ന് ഏകദേശം ജയകൃഷ്ണന് ബോധ്യം വന്നു. പിന്നാലെ അത്തരത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ വസ്തുവകകൾ സൂക്ഷിക്കുന്നത് ജയകൃഷ്ണൻ പരിശോധിച്ചു. അപ്പോഴാണ് അതിൽ നിന്നും വ്യത്യസ്തമായൊരു സേഫ്റ്റി പിൻ അവർക്ക് കിട്ടിയത്. സാധാരണ ഉപയോഗിക്കുന്നൊരു സേഫ്റ്റി പിന്നല്ല. ജോലി ചെയ്യുന്ന ആളുകള് നെയിം ബോർഡിൽ കുത്തുന്ന ടൈപ്പ് പിന്നാണ്. ആ സേഫ്റ്റി പിന്നിൽ കാക്കി കളറിലുള്ള നൂലിന്റെ കുറച്ച് ഭാഗങ്ങളുമുണ്ട്. ഇതേസമയം മറുവശത്ത് കില്ലറായ സ്റ്റാൻലിയുടെ യൂണിഫോം നമ്മളെ കാണിക്കുന്നു. ഒരുപക്ഷെ ആ സേഫ്റ്റി പിൻ സ്റ്റാൻലിയുടെ തന്നെയായിരിക്കാം. സൈനൈഡിന്റെ അംശമുള്ള ഗുളികകളിടുന്ന കവറും അവർക്ക് കിട്ടിയിരുന്നു. പക്ഷേ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേപ്പറിൽ പൊതിഞ്ഞാണ് ഗുളിക കൊടുത്തിരിക്കുന്നത്. ആ പേപ്പറിനും പ്രത്യേകതയുണ്ട്. പോലീസ് യൂസ് ചെയ്യുന്ന പ്രത്യേക തരത്തിലുള്ള നോട്ട്ബുക്കിലെ പേപ്പറാണത്. സ്റ്റാൻലിയുടെ കയ്യിലും അത്തരത്തിലൊരു ബുക്കുണ്ടായിരുന്നു. ജയകൃഷ്ണൻ കൂടുതൽ കാര്യഗൗരവത്തോടെ ആ കേസിനെ സമീപിച്ചു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി. അപ്പോഴാണ് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്. എല്ലാ സ്ത്രീകളുടെയും കയ്യിലുണ്ടായിരുന്ന ഫോൺസ് ഒന്നും കില്ലർ യൂസ് ചെയ്തിട്ടില്ല. ചില ഫോണുകൾ ലൊക്കേഷൻ ഈസിയായി ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ഫോണുകൾ ഒഴിവാക്കി അതിന് സാധിക്കാത്ത ചെറിയ ഫോണുകളാണ് കില്ലർ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഫോണുകളിലെ സിമ്മൂരി മറ്റ് ഫോണുകളിലിടും. അതുമായി ബന്ധപ്പെട്ട് AX മൊബൈൽസ് എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ നോട്ടത്തിൽ വന്നു. ജയകൃഷ്ണനും സംഘവും അവിടെ പോയി അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത് പണ്ട് ആ മൊബൈൽ ഷോപ്പിൽ പല ഉടായ്പ പരിപാടികളും നടന്നിരുന്നു. അഡ്രസ് പ്രൂഫില്ലാതെ സിം കൊടുത്തതിന്റെ പേരിൽ പോലീസ് ആ കട റെയ്ഡ് ചെയ്യുക പോലും ചെയ്തിരുന്നതാണ്. ആ സമയത്ത് കുറെ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു. അതിൽ കുറെ ഫോണുകൾ പോലീസ് തിരികെ തന്നു. സാറ് പറയുന്ന ലിസ്റ്റിലുള്ള ഈ ഫോണുകളൊന്നും അന്ന് പോലീസ് കൊണ്ടുപോയിട്ട് തിരികെ തന്നില്ല. കടയുടമയിൽ നിന്ന് അതൊക്കെ ജയകൃഷ്ണൻ കേട്ടതും കില്ലർ ഒരു പോലീസുകാരനാണോ എന്ന സംശയം ജയകൃഷ്ണന്റെ ഉള്ളിൽ വന്നു. പക്ഷേ ഫോണുകൾ കൊണ്ടുപോയത് കേരള പോലീസ് അല്ല, തമിഴ്നാട് പോലീസാണ്. ആയിടം ബോർഡർ പ്രദേശമായിരുന്നു. റോഡിന്റെ അപ്പുറം തമിഴ്നാടാണ്. അതോടെ ആ റെയ്ഡ് നടത്തിയ രാജാക്കമംഗലം
കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ജയകൃഷ്ണൻ എത്തി. റെയ്ഡ് നടന്ന സമയത്ത് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ ലിസ്റ്റൊക്കെ ജയകൃഷ്ണൻ എടുത്തു. അക്കൂട്ടത്തിൽ സ്റ്റാൻലിയുടെയും ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇതേസമയം മറുവശത്തെവിടെയോ സ്റ്റാൻലി തന്റെ ചെറിയ ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ ഫോണുമായി വണ്ടിയിൽ അയാൾ എങ്ങോട്ടേക്കോ പോയി. ജയകൃഷ്ണൻ ആനന്ദനോട് പറഞ്ഞു, നമുക്കിപ്പോ പോലീസുകാരുടെ ലിസ്റ്റ് കിട്ടിയല്ലോ. ക്രൈമുകൾ നടന്ന സമയത്ത് ഈ പോലീസുകാരിൽ ആരെങ്കിലും ആ പ്രദേശത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ അവിടെ ആക്റ്റീവ് ആയിരിക്കും. അത്തരത്തിൽ ഏതെങ്കിലും നമ്പർ ആക്റ്റീവ് ഉണ്ടോ എന്ന് നീ പരിശോധിക്കണം. അങ്ങനാണെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് തന്നെ കൊലപാതകിയെ നമുക്ക് പിടികൂടാം. അതിനിടക്കാണ് സൈബർ സെല്ലിൽ നിന്ന് ജയകൃഷ്ണന് കോൾ വരുന്നത്. മിസ്സിംഗ് ആയ കേസുകളിൽ ശരണ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഫോൺ തലേന്ന് രാത്രി ഓണായിട്ടുണ്ടത്രേ. കിട്ടിയ ലൊക്കേഷനിലേക്ക് ജയകൃഷ്ണനും സംഘവും ചെന്നു. അവിടെ എത്തിയപ്പോഴോ അതൊരു പോലീസ് ക്വാർട്ടേഴ്സ് ആണ്. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്നത് സ്റ്റാൻലിയുടെ ഭാര്യയായിരുന്നു. പക്ഷേ അത് സ്റ്റാൻലിയുടെ ക്വാർട്ടേഴ്സ് ആയിരുന്നില്ല. മണി എന്ന പേരുള്ള മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റേതാണ്. സ്റ്റാൻലി താമസിക്കുന്നത് ആ ക്വാർട്ടേഴ്സിന്റെ മുകളിലാണ്. സ്റ്റാൻലിയുടെ ഭാര്യ മണിയുടെ ഭാര്യയെ കാണാൻ വേണ്ടി താഴെ വന്നതായിരുന്നു. ജയകൃഷ്ണൻ തങ്ങളൊരു ഫോൺ ട്രേസ് ചെയ്തു വന്നതാണ് എന്ന കാര്യം പറഞ്ഞപ്പോ വീടിനുള്ളിൽ ഒരു ഫോൺ റിങ് കുറച്ചു നേരമായി ചെയ്യുന്നുണ്ടെന്നും തങ്ങളും അത് തിരയുകയാണ് എന്ന് മണിയുടെ ഭാര്യ പറഞ്ഞു. ജയകൃഷ്ണൻ മണിയുടെ മകളുടെ കിടക്ക് കീഴിൽ നിന്ന് ആ ഫോൺ കണ്ടെത്തി. മണി എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ മണി രാവിലെ ഡ്യൂട്ടിക്ക് പോയെന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും ഭാര്യ പറഞ്ഞു. തങ്ങൾ അന്വേഷിക്കുന്ന കൊലപാതകി മണിയാണെന്ന് അതോടെ ജയകൃഷ്ണൻ ഉറപ്പിക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റാൻലി അങ്ങോട്ടേക്ക് വന്നു. സ്റ്റാൻലി അവിടെ കണ്ട അതിശയത്തോടെ ജയകൃഷ്ണൻ ചോദിച്ചപ്പോ താനാ ക്വാർട്ടേഴ്സിന്റെ മുകളിലാണ് താമസിക്കുന്നതെന്നും ഈ നിൽക്കുന്നത് തന്റെ ഭാര്യയാണ് എന്നും സ്റ്റാൻലി പറഞ്ഞു. മണിയെ പറ്റിയുള്ള തന്റെ സംശയം ജയകൃഷ്ണൻ സൂചിപ്പിച്ചപ്പോ മണിയെ എനിക്ക് പണ്ട് തൊട്ടേ അറിയാവുന്നതാണെന്നും അവൻ അത്തരക്കാരനാവാൻ സാധ്യതയില്ല എന്ന മട്ടിലുമാണ് സ്റ്റാൻലി സംസാരിച്ചത്. പിന്നീട് മണിയെപ്പറ്റി അന്വേഷണം തുടങ്ങി. 9 മണിക്ക് സ്റ്റേഷനിൽ നിന്നും പോയ മണി അങ്ങോട്ടേക്ക് വന്നിട്ടേയില്ല. അന്വേഷണത്തിൽ മണിയുടെ ബൈക്ക് ഒരിടത്ത് ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നതായി അവർ മനസ്സിലാക്കി. മണി മറ്റേതോ വണ്ടിയിൽ രക്ഷപ്പെട്ടതാവാം എന്നായിരുന്നു പോലീസ് ചിന്തിച്ചത്. പക്ഷേ എന്നാലും തങ്ങൾ മണിയെ തിരക്കിയെത്തുന്ന വിവരം മണി എങ്ങനെ അറിഞ്ഞു എന്നൊരു സംശയം ജയകൃഷ്ണന്റെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. അതിനെപ്പറ്റി ജയകൃഷ്ണൻ പറഞ്ഞതും സ്റ്റാൻലി പറഞ്ഞു, നിങ്ങൾ രാജാക്കമംഗലം സ്റ്റേഷനിൽ പോയിരുന്നില്ലേ? അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ അന്ന് കേസിലുണ്ടായിരുന്ന എല്ലാ പോലീസുകാർക്കും വിവരം കിട്ടിയിരുന്നു. ഒരുപക്ഷെ അങ്ങനായിരിക്കും അവൻ രക്ഷപ്പെട്ടത്. പിന്നാലെ സ്റ്റാൻലി ചോദിച്ചു, ഈ പറയുന്ന പോലെ അവൻ വലിയ ക്രിമിനൽ ആണെങ്കിൽ ഈ ഒരു ഫോൺ മാത്രം അവൻ എന്തിനാ ഓൺ ചെയ്തു വെച്ചത്? ജയകൃഷ്ണൻ പറഞ്ഞു, ഫോൺ കിട്ടിയത് അവന്റെ നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയുടെ ബെഡ്റൂമിൽ നിന്നാണ്. ചിലപ്പോൾ അവൻ ഒളിപ്പിച്ചു വെച്ച ഫോൺ ആ കുട്ടിയുടെ കയ്യിൽ കിട്ടിയതാകും. കുട്ടി അറിയാതെ അത് ഓണാക്കിയതുമാകും. അതൊന്നും ചിലപ്പോ മണി അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇതിന്റെ പിന്നിൽ നിന്ന് കളിച്ചത് സ്റ്റാൻലി ആയിരുന്നു. തനിക്കെതിരെ പോലീസ് അന്വേഷണം വരുന്നത് മനസ്സിലാക്കി ജയകൃഷ്ണനെ വഴിതെറ്റിക്കാൻ ആ ഫോൺ അവിടെ കൊണ്ടുപോയി വെച്ചത് സ്റ്റാൻലിയാണ്. പിന്നീട് മണിയെ ഒറ്റപ്പെട്ടൊരിടത്തേക്ക് വിളിച്ചു വരുത്തി സ്റ്റാൻലി തന്നെ കൊന്നുതള്ളുകയായിരുന്നു. സ്റ്റാൻലി ജയകൃഷ്ണനോട് പറഞ്ഞു, മണിക്ക് ഇവിടുത്തെ ലോക്കൽ ക്രിമിനൽസ് ഒക്കെയായി നല്ല ബന്ധമുണ്ട്. അവര് പല പരിപാടികളും ചെയ്യുന്നവരാ. അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ച മണിയെ കിട്ടാൻ പോകുന്നില്ല. പിന്നീട് തന്റെ സങ്കേതത്തിലെത്തിയ സ്റ്റാൻലി മണിയുടെ ചിത്രവും തന്റെ ആ ബുക്കിലേക്ക് വരച്ചു ചേർത്തു. താൻ കൊല്ലുന്നവരുടെ ചിത്രങ്ങൾ വരച്ചു ചേർക്കുന്ന അതേ ബുക്കിലേക്ക്. ഇതേസമയം കൊലപാതകി അറിഞ്ഞിട്ടും അയാളെ പിടികൂടാൻ പറ്റിയില്ലല്ലോ എന്ന നിരാശയിലായിരുന്നു ജയകൃഷ്ണൻ. സീനിയർ ഓഫീസർ ജയകൃഷ്ണനോട് വിട്ടുകളഞ്ഞേക്കാൻ പറഞ്ഞു. ഇനിയിപ്പോ അവൻ ഈ കൊലപാതകത്തിന്റെ പുറകെ പോവാൻ പോകുന്നില്ല. കയ്യിൽ കിട്ടുമ്പോൾ പിടിക്കാം. പക്ഷേ ജയകൃഷ്ണൻ മറുപടി പറഞ്ഞു, അവനിത് നിർത്തുമെന്ന് തോന്നുന്നില്ല. അവൻ കൊലപാതകങ്ങളിൽ അഡിക്റ്റഡ് ആയിരിക്കും. ഇനിയും അവൻ കൊല ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം കുറെ നാൾ മുമ്പ് ഞാൻ താമസിച്ച വീട്ടിൽ എലിയുടെ ശല്യം വല്ലാതെ പെരുകിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഗതികെട്ട് എലിക്കണി വെച്ചു. ആദ്യം കെണിയിൽപ്പെടുന്ന എലിയെ കൊല്ലാൻ എനിക്ക് മടിയായിരുന്നു. കുറെ നാൾ ശല്യം കൂടി വന്നപ്പോ എലികളെ ഞാൻ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ എലികളെ കൊല്ലുന്നത് ഒരു ഹരമായിട്ട് മാറി. ഒടുവിൽ എലിശല്യം കുറഞ്ഞപ്പോ ഒരു എലിയെ പോലും കിട്ടാതെ വന്നു. അപ്പോ പിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു എലിയെ കിട്ടിയിരുന്നെങ്കിൽ എന്നെനിക്ക് വല്ലാതെ ആഗ്രഹം തോന്നാൻ തുടങ്ങി. ഡ്രഗ് അഡിക്ഷനും സെക്സ് അഡിക്ഷനും ഒക്കെ പോലെ കൊലപാതകങ്ങൾക്കും ഇതുപോലെ അഡിക്ഷൻ ഉണ്ട്. അവൻ ആ അഡിക്ഷൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായും ഇനിയും കൊലപാതകങ്ങൾ ചെയ്യും. ഇതേസമയം സ്റ്റാൻലിയുടെ ഒളിസങ്കേതത്തിൽ അയാളുടെ പഴയ ചിത്രങ്ങളും അയാൾ വരച്ച ഫോട്ടോസും ഒക്കെ കാണിക്കുകയായിരുന്നു. അതിലാദ്യം ചെറിയ ചെറിയ മൃഗങ്ങളുടെ ചിത്രവും പിന്നീട് വലിയ മൃഗങ്ങളും മനുഷ്യരും ഉണ്ടായി വന്നു. അർത്ഥം ഊഹിക്കാവുന്നതായിരുന്നു. ചെറിയ ചെറിയ മൃഗങ്ങളെ കൊന്നാണ് ഒടുവിൽ മനുഷ്യരിലേക്ക് അയാൾ എത്തിച്ചേർന്നത്. ഓരോ കൊലപാതകങ്ങൾ ചെയ്ത് ഹരം പിടിച്ചപ്പോ താനിനി പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പു വന്നപ്പോ ആ ഹരം സ്റ്റാൻലി തുടർന്നു പോന്നതായിരുന്നു. സ്റ്റാൻലി തന്റെ ബുക്ക് തുറന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആദ്യം മൃഗങ്ങളെ കൊന്നു തുടങ്ങിയ സ്റ്റാൻലി
ആദ്യമായി ഒരു മനുഷ്യ സ്ത്രീയെ കൊല്ലുന്നത് കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയെയായിരുന്നു. പിന്നീടാണ് അയാൾ പലരെയും കൊന്നു തുടങ്ങിയത്. പോലീസുകാരുടെ അന്വേഷണം വഴിതിരിച്ചുവിട്ടെങ്കിലും ഒരു രീതിയിലും പോലീസ് തന്നെ തേടി വരാതിരിക്കാൻ വേണ്ടി താൻ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോൺസ് ഒക്കെ സ്റ്റാൻലി ഒരിടത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. പോലീസാകട്ടെ അതിനോടകം മണിയുടെ ഡീറ്റെയിൽസ് മീഡിയക്കൊക്കെ കൊടുത്തിരുന്നു. ഇനിയും അതേ രീതിയിൽ കൊലപാതകം തുടർന്നാൽ താൻ പിടിക്കപ്പെട്ടേക്കാം എന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. സ്റ്റാൻലി കൂടുതൽ ഉണർന്നു പ്രവർത്തിച്ചു. താനൊരു സിനിമാക്കാരനാണെന്ന് പറഞ്ഞ് ഒരു ഫോറൻസിക് ഡോക്ടറെ സ്റ്റാൻലി വിളിച്ചു. പിന്നാലെ സിനിമയുടെ ആവശ്യത്തിനെന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ അയാളോട് ചോദിച്ചറിഞ്ഞു. സ്റ്റാൻലി വീണ്ടും തന്റെ പണി തുടങ്ങി. പല സ്ത്രീകളെയും അയാൾ തന്റെ വലയിലാക്കാൻ തുടങ്ങി. ഇത്തവണ പക്ഷേ അയാൾ കൊലപാതക രീതി മാറ്റിയിരുന്നു. ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞ് ലോഡ്ജിൽ വെച്ച് മരുന്ന് കഴിക്കുന്ന അയാൾ കൂടെയുള്ള സ്ത്രീയുടെയും ഷുഗർ നോക്കാമെന്ന് പറഞ്ഞ് കയ്യിലുള്ള മെഷീനിൽ അവരുടെ ബ്ലഡ് ആക്കും. അടുത്ത ദിവസം നമ്മൾ കാണുക ആ സ്ത്രീ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരിക്കും. മറുവശത്ത് ജയകൃഷ്ണനാകട്ടെ കേസ് അങ്ങ് വിട്ടുകളയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൊലപാതകിയെ പിടികൂടാൻ പറ്റിയിട്ടില്ല എന്നത് ജയകൃഷ്ണനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. മറുവശത്ത് സ്റ്റാൻലി ആകട്ടെ തന്റെ പരിപാടി തുടർന്നു പോന്നു. മറ്റൊരു സ്ത്രീയെ വളച്ച് അവരെ ലോഡ്ജിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം സ്റ്റാൻലി അന്ന് തിരിച്ചു വരികയായിരുന്നു. ഇതിനിടയ്ക്കൊന്ന് സിഗരറ്റ് വലിക്കാൻ അയാൾ പുറത്തിറങ്ങി. അയാൾ പുറത്തേക്ക് പോയപ്പോ കാറിലിരുന്ന ആ സ്ത്രീയാകട്ടെ സ്റ്റാൻലി കാറിലിട്ടിരുന്ന പഴയ ഫോൺ കണ്ടു. അവർ അതെടുത്ത് വെറുതെ ഒന്ന് ഓണാക്കി. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സൈബർ സെല്ലിൽ നിന്ന് ജയകൃഷ്ണൻ ഒരു കോൾ വന്നു. മിസ്സിംഗ് കേസിലുള്ള വനജ എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ ഫോൺ ഒരാഴ്ച മുമ്പ് അടൂർ ഭാഗത്ത് ഓണായിട്ടുണ്ട്. 2 മിനിറ്റ് നേരമേ ആകെ ആ ഫോൺ ഓണായിട്ടുള്ളൂ. എന്നാൽ അതിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് മിസ് കോൾ പോയിട്ടുണ്ട്. മിസ് കോൾ പോയ നമ്പർ ട്രാക്ക് ചെയ്ത് ജയകൃഷ്ണനും സംഘവും ആ സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തി. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ആ സ്ത്രീ മരണപ്പെട്ടു. അറ്റാക്ക് കാരണമുള്ള മരണമാണ്. കൂടുതൽ അന്വേഷിച്ചപ്പോ അവരുടെ ഫാമിലിയിൽ അങ്ങനെ ആർക്കും ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഒന്നുമില്ല. ആ മരണത്തിന്റെ പിന്നിലും ഇനി കില്ലറാണോ എന്ന സംശയം ജയകൃഷ്ണന് തോന്നി. അവരുടെ ബോഡി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അവരുടെ വീട്ടുകാരുടെ പെർമിഷൻ വാങ്ങി ജയകൃഷ്ണൻ പോസ്റ്റ്മോർട്ടം നടത്തി. ബോഡിയുടെ കെമിക്കൽ അനാലിസിസിൽ അവരൊരു കണ്ടന്റ് കണ്ടെത്തി. കുറേശ്ശെ അത് ശരീരത്തിലെത്തി ഒരു ഘട്ടം കഴിയുമ്പോൾ പെട്ടെന്ന് അറ്റാക്ക് വരികയാണ് ചെയ്യുക. ശരീരത്തിൽ അതെത്തുന്നതിന്റെ അളവനുസരിച്ച് മരണം പെട്ടെന്ന് തന്നെ നടക്കാം. ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞും സംഭവിക്കാം. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. സ്റ്റാൻലി ഷുഗർ നോക്കാൻ എന്ന വ്യാജേന ആ ഒരു കെമിക്കൽ തന്റെ കൂടെയുള്ള സ്ത്രീകളുടെ ശരീരത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അളവ് കുറച്ചെത്തുന്നതുകൊണ്ട് തിരികെ വീട്ടിലൊക്കെ എത്തിയ ശേഷമായിരിക്കും ആ സ്ത്രീകൾ കൊല്ലപ്പെടുക. സ്റ്റാൻലി ഫോറൻസിക് സർജനെ വിളിച്ച് സംസാരിച്ച് സിനിമയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതും ആ ഒരു വസ്തുവിനെ പറ്റിയുള്ള വിവരങ്ങളായിരുന്നു. അതെങ്ങനെ നിർമ്മിച്ചെടുക്കാം, ആ കെമിക്കൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന കാര്യങ്ങളുടെ പൂർണ്ണ വിവരം സിനിമയ്ക്കെന്ന മട്ടിൽ ഫോറൻസിക് സർജനിൽ നിന്ന് സ്റ്റാൻലി മനസ്സിലാക്കിയിരുന്നു. അതുപയോഗിച്ചാണ് അയാൾ ഇപ്പോൾ കൊലപാതകം നടത്തുന്നത്. പിന്നീടുള്ള അന്വേഷണത്തിൽ മറ്റ് രണ്ടിടത്തുകൂടി 2 സ്ത്രീകൾ ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന വിവരം ജയകൃഷ്ണന് കിട്ടി. അതോടെ കൊലപാതകിയായ മണി ഇപ്പോഴും ആക്റ്റീവാണ് എന്ന് ജയകൃഷ്ണൻ ചിന്തിക്കാൻ തുടങ്ങി. തന്റെ സീനിയർ ഉദ്യോഗസ്ഥനെ കണ്ട് കാര്യങ്ങൾ ജയകൃഷ്ണൻ വിശദീകരിച്ചു. വീണ്ടും ആ കേസ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. സ്റ്റാൻലിയെ വിളിച്ചും ഈ കേസിന്റെ കാര്യങ്ങൾ ജയകൃഷ്ണൻ പറഞ്ഞു. പക്ഷേ തന്റെ പുതിയ കൊലപാതക രീതിയും പോലീസ് മനസ്സിലാക്കിയെന്നത് സ്റ്റാൻലിയെ അമ്പരപ്പിച്ചിരുന്നു. സ്റ്റാൻലി അപ്പോൾ മറ്റൊരു സ്ത്രീക്കൊപ്പം ലോഡ്ജിലായിരുന്നു. പക്ഷേ സ്റ്റാൻലി ആ കൊലപാതകമൊന്നും നടത്താതെ തങ്ങളുടെ ബന്ധം ഭാര്യ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ ആ സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിന്നിറങ്ങിപ്പോന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം സ്റ്റാൻലി ഷൈനി എന്ന മറ്റൊരു പെണ്ണിനെ കണ്ടുമുട്ടി. സിംഗിൾ മദറായ ഷൈനിയെ തന്റെ വലയിലാക്കാൻ നേരത്തെ തൊട്ട് സ്റ്റാൻലി ശ്രമിക്കുന്നുണ്ട്. മറുവശത്ത് ജയകൃഷ്ണനും അസിസ്റ്റന്റും സംസാരിക്കുകയാണ്. അസിസ്റ്റന്റ് ജയകൃഷ്ണനോട് ചോദിച്ചു, ഇത്രയും സ്ത്രീകളെ ഇയാൾ വളച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ ഇയാളെ എത്രയധികം പേരെ വളയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഈ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ അവരാരും എന്താ പരാതിയും മറ്റുമായി വരാത്തത്? ജയകൃഷ്ണൻ പറഞ്ഞു, എല്ലാവരും സാധാരണ സ്ത്രീകളാണ്. അവർക്കൊക്കെ അവരുടെ ജീവിതമായിരിക്കും വലുത്. അവരാരും ഇതിന് പിന്നാലെ പോവില്ല. അത് പറഞ്ഞതും പെട്ടെന്ന് ജയകൃഷ്ണന് എന്തോ ഒന്ന് ഓർമ്മ വന്നു. പഴയ ഫയലുകൾ അയാളെടുത്ത് പരിശോധിച്ചു. അതിൽ ജയകൃഷ്ണന് പണ്ടേ തൊട്ടേ സംശയമുള്ള ഒരു വീട്ടിലേക്ക് അയാൾ പോയി. അത് സരോജയുടെ വീടായിരുന്നു. സരോജയുടെ മകനെ ഒന്നുകൂടി പിടിച്ച് ഒന്ന് വിരട്ടി ജയകൃഷ്ണൻ നന്നായി ഒന്ന് ചോദ്യം ചെയ്തു. കാരണം അമ്മയുടെ ഫോൺ മോഷണം പോയെന്നാണല്ലോ മകൻ പറഞ്ഞിരുന്നത്. പോലീസ് ചിന്തിച്ചത് ആ ഫോൺ മോഷണം പോയ ശേഷമാണ് അതിൽ നിന്ന് കോളുകൾ പോയിരുന്നത് എന്ന തരത്തിലായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ മോഷണ തീയതി മാർച്ച് 4 തീയതിക്ക് മുമ്പാണ് അതിലേക്ക് കോളുകൾ വന്നിട്ടുള്ളതും കോളുകൾ പോയിട്ടുള്ളതും. നന്നായിട്ടൊന്ന് വിരട്ടിയപ്പോ അവൻ സത്യം പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ ആ ഫോൺ ഉപയോഗിച്ചിരുന്നത് ആ പയ്യന്റെ സഹോദരി ദിവ്യയായിരുന്നു. ദിവ്യയെ ഒരുത്തൻ
പ്രണയിക്കുകയും അവർ ഒളിച്ചോടിപ്പോവുകയും ചെയ്തു. പക്ഷേ കാര്യം കഴിഞ്ഞപ്പോ അവളെ പറ്റിച്ചവൻ കടന്നു കളഞ്ഞു. ഈ കാര്യമൊക്കെ വേറെ ആരെങ്കിലും അറിയുന്നതിനു മുമ്പ് അവർ ദിവ്യയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടെന്ന് കരുതി പോലീസുകാർ അന്വേഷിച്ചു വന്നപ്പോഴും അവൻ ദിവ്യയെപ്പറ്റി ഒന്നും തന്നെ സംസാരിക്കാതിരുന്നത്. അതവളുടെ ജീവിതത്തെ ബാധിക്കുമോ എന്ന യുവാവ് ഭയപ്പെട്ടിരുന്നു. കാര്യം വ്യക്തമായതും കില്ലറുടെ രക്ഷപ്പെട്ട ഒരു ഇരയാണ് ദിവ്യയെന്ന് ജയകൃഷ്ണന് ബോധ്യപ്പെട്ടു. ജയകൃഷ്ണൻ ദിവ്യയെ തേടിയെത്തി. ദിവ്യയിൽ നിന്നാണ് കാര്യങ്ങൾ ജയകൃഷ്ണൻ മനസ്സിലാകുന്നത്. ദിവ്യയെ കൊലപ്പെടുത്താൻ സ്റ്റാൻലി ഗർഭനിരോധന ഗുളിക കൊടുത്ത് അവളെ ബാത്റൂമിലേക്ക് അയച്ചിരുന്നു. പക്ഷേ അവൾ ആ ഗുളിക കഴിച്ചില്ല. അവൾ ഗർഭിണിയാവാനും കുട്ടിയുണ്ടാവാനും ആഗ്രഹിച്ചു. അതായിരുന്നു അവൾ ജീവനോടെ ഉണ്ടാവാനുള്ള കാരണവും. കുറച്ചു കഴിഞ്ഞവൾ പുറത്തു വന്നു നോക്കിയപ്പോ സ്റ്റാൻലി അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. സ്റ്റാൻലി അവളുടെ ആഭരണവും വസ്തുക്കളുമായി മുങ്ങിയിരുന്നു. താൻ ചതിക്കപ്പെട്ടെന്നും അവൾക്കപ്പോൾ മനസ്സിലാവുകയാണ്. ജയകൃഷ്ണൻ മണിയുടെ ഫോട്ടോ കാണിച്ച് ഇതല്ലേ ആളെന്ന് ചോദിച്ചു. അല്ലെന്ന് ദിവ്യ പറഞ്ഞതും അക്ഷരാർത്ഥത്തിൽ ജയകൃഷ്ണൻ ഞെട്ടിപ്പോയി. അവളെ ഉപയോഗിച്ച് ഒരു രേഖാചിത്രം വരച്ചാലോ എന്ന് ജയകൃഷ്ണൻ ചിന്തിച്ചു. പക്ഷേ തനിക്കതിനാവില്ലെന്നും തന്റെ പഴയ കാര്യങ്ങൾ ഭർത്താവ് പറഞ്ഞാൽ ജീവിതം തകരുമെന്നും തന്നെ ഉപദ്രവിക്കരുതെന്നും ജയകൃഷ്ണനോട് ദിവ്യ അപേക്ഷിച്ചു. കാര്യങ്ങൾ ജയകൃഷ്ണന് മനസ്സിലാവുന്നതുകൊണ്ട് അയാൾ അവിടം വിട്ടു പോവാൻ തീരുമാനിച്ചു. പക്ഷേ പോകുന്നതിനു മുമ്പ് കൊലപാതകി ഇപ്പോഴും കൃത്യങ്ങൾ തുടരുകയാണെന്നും ദിവ്യ സഹായിച്ചാൽ പലരെയും രക്ഷപ്പെടുത്താമെന്നും ഒരിക്കൽ കൂടി ജയകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. അതോടെ തനിക്ക് പറ്റുമോ എന്ന് നോക്കട്ടെ എന്നവൾ മറുപടിയും കൊടുത്തു. ആ സമയം അസിസ്റ്റന്റ് ജയകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, തന്റെ വലയിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ രക്ഷപ്പെട്ടു പോയതറിഞ്ഞാൽ അവൻ പിന്നാലെ വന്നവളെ കൊല്ലേണ്ടതല്ലേ? ജയകൃഷ്ണൻ പറഞ്ഞു, ചിലപ്പോൾ അതിന് സാധ്യതയില്ല. അവന് അവൾ ഭീഷണിയാവില്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ദിവ്യയിൽ നിന്ന് ജയകൃഷ്ണൻ ഒരു കോൾ ലഭിച്ചു. അവർ വന്ന വിവരം തന്റെ ഭർത്താവ് പറഞ്ഞെന്നും ആകെ പ്രശ്നമായെന്നും തനിക്ക് രേഖാചിത്രം വരയ്ക്കാൻ സഹായിക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അവൾ വിളിച്ചത്. ഉപദ്രവിക്കരുതെന്നും അവൾ കൂട്ടിച്ചേർത്തു. യാഥാർത്ഥ്യത്തിൽ അതിനു പിന്നിൽ മറ്റൊരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ജയകൃഷ്ണനും സംഘവും അവിടെ ചെന്ന വിവരം സ്റ്റാൻലി അറിഞ്ഞിരുന്നു. സ്റ്റാൻലി ദിവ്യയെ കാണാൻ ചെന്നു. അവളുടെ പാസ്റ്റ് ഭർത്താവിനെ അറിയിക്കുമെന്നും മറ്റും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടായിരുന്നു ജയകൃഷ്ണനെ വിളിച്ച് ദിവ്യ ഒഴിഞ്ഞതുപോലും. ഇനിയിപ്പോൾ രേഖാചിത്രം വരയ്ക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ദിവ്യയെ കൊലപാതകി കണ്ടതും പരിചയപ്പെട്ടതും അവൾ സ്ഥിരമായി പോകുന്ന ബസ്സിൽ നിന്നാണെന്ന് ദിവ്യയുടെ മൊഴിയുണ്ട്. അത്തരത്തിലാണെങ്കിൽ ആ ബസ്സിലെ ജീവനക്കാരെ പിടിച്ചാൽ ഒരുപക്ഷെ കൊലപാതകിയെ തിരിച്ചറിയാൻ പറ്റിയേക്കും. അത്തരത്തിൽ ബസ്സിലെ ജീവനക്കാരനെ കണ്ടെത്തി ജയകൃഷ്ണൻ ചോദ്യം ചെയ്തു. അയാൾ ദിവ്യയെ തനിക്കറിയാമെന്ന് സമ്മതിച്ചു. അവളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പുരുഷനെയും തനിക്ക് ഓർമ്മയുണ്ടെന്ന് അയാൾ പറഞ്ഞു. വൈകാതെ രേഖാചിത്രം വരയ്ക്കുന്ന വ്യക്തിയെ വിളിച്ച് രേഖാചിത്രം വരപ്പിക്കാൻ ജയകൃഷ്ണൻ ഏർപ്പാടാക്കി. ഈ സമയമാണ് ജയകൃഷ്ണനെ സ്റ്റാൻലി വിളിക്കുന്നത്. ദിവ്യയുടെ കേസൊക്കെ സ്റ്റാൻലിയോട് ജയകൃഷ്ണൻ പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് ദിവ്യയുടെ വീട്ടിലെത്തി സ്റ്റാൻലി അവളെ വിരട്ടിയതും മറ്റും. ഇപ്പോൾ ബസ്സുകാരനെ കണ്ടെത്തിയതും രേഖാചിത്രം വരയ്ക്കാൻ പോകുന്ന കാര്യവും ജയകൃഷ്ണൻ സ്റ്റാൻലിയോട് പറഞ്ഞപ്പോ താൻ അവിടെ അടുത്തുണ്ടെന്നും അങ്ങോട്ടേക്ക് വരാമെന്നും സ്റ്റാൻലി പറഞ്ഞു. സ്റ്റാൻലിക്ക് ഒരു ഭയം തോന്നുന്നുണ്ടായിരുന്നു. വൈകാതെ സ്റ്റാൻലി ആ വീട്ടിലെത്തി. രേഖാചിത്രം വരച്ചു കഴിഞ്ഞിരുന്നു. അങ്ങോട്ടേക്കെത്തി വേണമെങ്കിൽ ആ കണ്ടക്ടറെയും കൊല്ലാമെന്ന് തീരുമാനിച്ചായിരുന്നു സ്റ്റാൻലി എത്തിയിരുന്നത്. പക്ഷേ രേഖാചിത്രം കണ്ടപ്പോ സ്റ്റാൻലിക്ക് ആശ്വാസമായി. കണ്ടക്ടർ പറഞ്ഞുകൊടുത്ത് വരച്ചിരിക്കുന്നത് മറ്റാരുടെയോ രൂപമാണ്. കണ്ടക്ടർ വെള്ളവുമായി സ്റ്റാൻലിയുടെ അടുത്തെത്തി. സ്റ്റാൻലിയെ കണ്ട് ചോദിച്ചു, നിങ്ങളെ മുമ്പ് കണ്ടതായി ഒരു പരിചയമുണ്ടല്ലോ? ഏയ്, സാധ്യതയില്ല. സാറ് ട്രാഫിക്കിലായിരുന്നോ എന്നയാൾ ചോദിച്ചപ്പോ അല്ലെന്നും ആരണയിലെ എന്റെ വീടെന്നും അവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായിരിക്കും എന്നും ചെറിയൊരു ടെൻഷനോടെ സ്റ്റാൻലി പറഞ്ഞു. പിന്നാലെ ജയകൃഷ്ണൻ പറഞ്ഞു, ഈ രേഖാചിത്രത്തിലുള്ള ആളും മണിയും ചേർന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഒരുപക്ഷെ അല്ലെങ്കിൽ ഇവനെല്ലാം ഒറ്റയ്ക്ക് ചെയ്തിട്ട് മണിയുടെ തലയിൽ കെട്ടിവെച്ചതാകാം. എന്തായാലും എത്രയും പെട്ടെന്ന് ഇവനെ പൊക്കണം. പക്ഷേ സ്റ്റാൻലി പറഞ്ഞു, ഇവനെ പൊക്കിയാലും നമ്മുടെ കയ്യിലുള്ള എവിഡൻസ് എല്ലാം വീക്കല്ലേ? നമ്മുടെ കയ്യിൽ നല്ലൊരു വിറ്റ്നസ് പോലുമില്ല. അവൻ ഊരിപ്പോവില്ലേ? അതും ശരിയാണെന്ന് ജയകൃഷ്ണൻ പറഞ്ഞു. മുന്നിലിരിക്കുന്ന എല്ലാവരെയും താൻ പറ്റിച്ചല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലും സന്തോഷത്തിലുമായിരുന്നു സ്റ്റാൻലി. കുറ്റവാളിയുടേതെന്ന് പറഞ്ഞ് ഈ സംശയിക്കുന്ന രേഖാചിത്രം സ്റ്റാൻലി തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും ഫാക്സ് ആയിട്ട് അയച്ചു. താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള സന്തോഷത്തിൽ സ്റ്റാൻലി വീണ്ടും ഷൈനിയുടെ പിറകെ തന്നെ കൂടി. ഈ പ്രാവശ്യം ഷൈനിയെ കൊല്ലാൻ വേണ്ടി പോയിസന്റെ അളവ് അയാൾ കൂട്ടിവെച്ചിരുന്നു. അവളെ കൊല ചെയ്ത ശേഷം ബോഡി കൊണ്ടുപോയി കുഴിച്ചിടാനുള്ള സാധനങ്ങളും അയാൾ കാറിൽ കരുതി. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബോഡി കിട്ടിയാലാണല്ലോ അന്വേഷണമായി മുമ്പോട്ട് പോവുള്ളൂ. ഇനി ബോഡി കിട്ടാൻ പാടില്ല. അതായിരുന്നു സ്റ്റാൻലിയുടെ ലക്ഷ്യം. മറുവശത്ത് ജയകൃഷ്ണനാകട്ടെ ആരുടെയോ വീട് തേടിപ്പോവുകയായിരുന്നു. മറുവശത്ത് സ്റ്റാൻലി ഷൈനിയെയും കൊണ്ട് അടുത്തുള്ള ലോഡ്ജിലെത്തി. താഴെയുള്ള കൗണ്ടറിൽ ചെന്ന് താൻ റൂം ബുക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ബുക്കിംഗ് ഒന്നും ഇല്ലല്ലോ എന്നായിരുന്നു റിസപ്ഷനിലെ ആൾ പറഞ്ഞത്. ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഐഡി തരാനും ആവശ്യപ്പെട്ടു. ഐഡി വേണ്ടെന്നാണല്ലോ തലേന്ന് നിന്ന് പയ്യൻ പറഞ്ഞത് എന്ന മട്ടിൽ സ്റ്റാൻലി ചോദിച്ചപ്പോ അതൊന്നും ശരിയാവില്ല എന്ന മട്ടിൽ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഒടുവിൽ മറ്റു വഴികളില്ലാതെ സ്റ്റാൻലിക്ക് ഐഡി എടുക്കേണ്ടി വന്നു. റൂമിലെത്തിയതും സ്റ്റാൻലി ദിവ്യയുമായി സംസാരിച്ചിരിക്കാനും മറ്റും തുടങ്ങി. മറുവശത്ത് ജയകൃഷ്ണനാകട്ടെ നേരെ പോയത് ദിവ്യയുടെ
വീട്ടിലേക്കായിരുന്നു. വാതിലിൽ മുട്ടി ജയകൃഷ്ണൻ ചോദിച്ചു, എനിക്കൊരുപാട് കാര്യങ്ങളൊന്നും അറിയണ്ട, ഒറ്റ ഉത്തരം തന്നാൽ മതി. മറുവശത്ത് റിസപ്ഷനിലുള്ള വ്യക്തി സ്റ്റാൻലിയുടെ റൂമിൽ വന്ന് മുട്ടി. അയാൾ വാതിൽ തുറന്നപ്പോ റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, സാറ് തമിഴ്നാട്ടിലുള്ളതാണോ? സാറിന്റെ പേഴ്സിൽ ഞാൻ യൂണിഫോമിലുള്ള ഫോട്ടോ കണ്ടു. സാറ് പോലീസിലാണോ? പോലീസിലാണെങ്കിൽ സാർ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എനിക്കാകെ കൂടെ ഒരു മോളുണ്ടായിരുന്നു. കുറച്ചു വർഷം മുമ്പ് അവളെ കാണാതായി. പോലീസ് അന്വേഷിച്ച് തിരുനെൽവേലി വരെ പോയെങ്കിലും അന്വേഷണം അവിടെ നിന്നുപോയി. തമിഴ്നാട് പോലീസ് വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കൂ. സാറ് എന്നെ സഹായിക്കണം, എന്റെ മകളെ കണ്ടെത്തണം. അയാളെ ഒഴിവാക്കാനായി സ്റ്റാൻലി പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിച്ചു നോക്കാം. അവളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഇതിലുണ്ടെന്ന് പറഞ്ഞ് അയാളൊരു കവർ എടുത്ത് സ്റ്റാൻലിക്ക് കൊടുത്തു. അയാളുടെ ഈ സംസാരമൊക്കെ ആയപ്പോഴേക്കും സ്റ്റാൻലിയുടെ മൂടൊക്കെ മാറിയിരുന്നു. തന്റെ പാതി ഐഡന്റിറ്റി വെളിപ്പെട്ടിരിക്കുന്നു. ഇതേ സമയം കുറ്റവാളിയെ കണ്ടു എന്ന് പറഞ്ഞ ഒരു കോൾ ജയകൃഷ്ണന് വന്നു. സ്റ്റാൻലി ആ റിസപ്ഷനിസ്റ്റ് കൊടുത്ത കവർ തുറന്നു നോക്കുകയായിരുന്നു. അതിലെ ഫോട്ടോ കണ്ട് അയാൾ ഞെട്ടിത്തെറിച്ചു. സ്റ്റാൻലി തന്നെ കഥയുടെ ആരംഭത്തിൽ കൊന്ന ദീപയുടെ ഫോട്ടോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. സ്റ്റാൻലി ഡിസ്റ്റർബ്ഡ് ആയത് കണ്ട് മുറിയിലുണ്ടായിരുന്ന ഷൈനി ചോദിച്ചു, എന്തുപറ്റി? ഒന്നുമില്ല, ഞാനൊരു സിഗരറ്റ് വലിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ സ്റ്റാൻലി അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. റിസപ്ഷനിലെത്തി അയാളെ കൊല്ലലായിരുന്നു സ്റ്റാൻലിയുടെ ലക്ഷ്യം. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജയകൃഷ്ണൻ കയറി വരുന്നത്. സ്റ്റാൻലി അവിടെ കണ്ട്, എന്താ സ്റ്റാൻലി ഇവിടെ എന്ന് ജയകൃഷ്ണൻ ചോദിച്ചതും, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു കേസുമായി വന്നതാണ്, മുകളിൽ CI ഉണ്ട് എന്ന് സ്റ്റാൻലി മറുപടി പറഞ്ഞു. ജയകൃഷ്ണൻ എന്താ ഇവിടെ എന്ന് സ്റ്റാൻലി ചോദിച്ചപ്പോ, ആ കില്ലറെ ഇവിടെ വെച്ച് കണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി, അത് കാരണം വന്നതാണെന്ന് മറുപടി കൊടുത്തു. ഇവിടെ ഇരിക്കെ, നമുക്ക് കുറച്ച് സംസാരിക്കാമെന്ന് ജയകൃഷ്ണൻ പറഞ്ഞപ്പോ, മുകളിൽ CI ഉണ്ട്, വല്ലാത്തൊരു സ്വഭാവ, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറാൻ സ്റ്റാൻലി ശ്രമിച്ചു. ഉടൻ ജയകൃഷ്ണൻ പറഞ്ഞു, നാളെ ഉച്ച കഴിയുമ്പോൾ സ്റ്റാൻലി ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, നമുക്കൊരുമിച്ച് ആ കില്ലറെ തിരഞ്ഞിറങ്ങാം. സ്റ്റാൻലി ഓക്കെ പറഞ്ഞു. സ്റ്റാൻലി മുകളിലേക്ക് പോയപ്പോ ജയകൃഷ്ണൻ വിളിച്ചു, സാറിന്റെ രേഖാചിത്രം ഉണ്ടോ? കോപ്പി ഞാൻ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞപ്പോ, എങ്കിൽ ഇത് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ് ഒരു പേപ്പർ സ്റ്റാൻലിയുടെ കയ്യിൽ കൊടുത്തു. സ്റ്റാൻലി അതുമായി മുകളിലേക്ക് കയറി. പോകുന്ന വഴിക്ക് അത് തുറന്നു നോക്കി. നോക്കുമ്പോ അതിലുള്ളത് സ്റ്റാൻലിയുടെ തന്നെ ചിത്രമാണ്. താനാണ് കുറ്റവാളി എന്ന കാര്യം ജയകൃഷ്ണൻ മനസ്സിലാക്കി എന്ന് സ്റ്റാൻലി തിരിച്ചറിഞ്ഞു. അതും ആ രേഖാചിത്രം വരച്ചിരിക്കുന്നത് സ്റ്റാൻലി ഓരോരുത്തരെയും കൊന്ന ശേഷം ചിത്രം വരയ്ക്കുന്ന തന്റെ അതേ ഡയറിയിലെ പേപ്പറിൽ തന്നെ ആയിരുന്നു. ജയകൃഷ്ണൻ സ്റ്റാൻലിയുടെ ഒളിസങ്കേതത്തിലും പോയിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. അത് സ്റ്റാൻലിയുടെ അമ്മയുടെ പഴയ വീടായിരുന്നു. പോലീസുകാർ സ്റ്റാൻലിയുടെ ഹിസ്റ്ററി മുഴുവൻ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് വ്യക്തമാകുന്നത്, കണ്ടക്ടർ രേഖാചിത്രം വരച്ചിരുന്നല്ലോ, അത് സ്റ്റാൻലിയുടേത് തന്നെയായിരുന്നു. സ്റ്റാൻലിയാണ് യഥാർത്ഥ കുറ്റവാളിയെന്ന് ജയകൃഷ്ണൻ അപ്പോൾ തന്നെ മനസ്സിലായതാണ്. പക്ഷേ തെളിവുകൾ കുറവായതുകൊണ്ട് ഒന്നുകൂടി ഉറപ്പിക്കാനും സ്റ്റാൻലി അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ മറ്റൊരു രേഖാചിത്രമാണ് വരച്ചതെന്ന് പറഞ്ഞ് സ്റ്റാൻലിയെ കാണിക്കുകയായിരുന്നു. ഇതിനിടയിൽ ദിവ്യയുടെ അടുത്ത് പോയി സ്റ്റാൻലി അല്ലേ കുറ്റവാളിയെന്ന് ഒന്നുകൂടി ജയകൃഷ്ണൻ ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് സ്റ്റാൻലിയെ കൊടുക്കാനുള്ള പദ്ധതി ജയകൃഷ്ണൻ ആവിഷ്കരിച്ചത്. ജയകൃഷ്ണൻ സ്റ്റാൻലിയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റാൻലിയുടെ ഒളിസങ്കേതത്തിൽ നിന്ന് ആവശ്യത്തിന് തെളിവുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു. താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സ്റ്റാൻലി ജയകൃഷ്ണനെ പിന്നിൽ നിന്ന് വന്ന് പോയിസൺ കുത്തിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ജയകൃഷ്ണൻ അത് തടഞ്ഞു. അവർ തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ഇതിനിടയിൽ ജയകൃഷ്ണൻ പറഞ്ഞു, ഒരു കുറ്റവാളിയും എന്റെ കയ്യിൽ നിന്ന് ഇന്നേ വരെ രക്ഷപ്പെട്ടിട്ടില്ല. ചിലരൊക്കെ രക്ഷപ്പെട്ടതായിട്ട് നീ കേട്ടിട്ടില്ലേ? അവരാരും രക്ഷപ്പെട്ടതല്ല, അവരെയൊക്കെ ഞാൻ തന്നെ കൊന്നു കുഴിച്ചു മൂടിയതാണ്. അത് പറയുമ്പോൾ വല്ലാത്തൊരു തീവ്രത ജയകൃഷ്ണന്റെ വാക്കുകളിലുണ്ടായിരുന്നു. പിന്നീട് നടന്ന ഏറ്റുമുട്ടലിനിടയിൽ നേരത്തെ റിസപ്ഷനിസ്റ്റായി വേഷം കെട്ടിയിരുന്ന പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്ന സ്റ്റാൻലിയുടെ തലക്കടിച്ചു. സ്റ്റാൻലി ബോധരഹിതനായി താഴെ വീണു. ജയകൃഷ്ണൻ ദേഷ്യത്തിൽ സ്റ്റാൻലിയുടെ തല പിടിച്ച് നിലത്തടിച്ചു. തലപൊട്ടി ചോരയൊഴുകി. പിന്നാലെ സ്റ്റാൻലിയുടെ ബോഡി അവർ അവിടുന്ന് മാറ്റി. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ സ്റ്റാൻലിയുടെ വാണ്ടഡ് പോസ്റ്റേഴ്സ് അവർ പലയിടത്തും ഒട്ടിച്ചു. പിന്നാലെ സ്റ്റാൻലിയുടെ ബോഡിയും കാറും അവർ അവിടെ നിന്ന് മാറ്റാൻ തുടങ്ങി. സ്റ്റാൻലി എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചു മൂടാനായിരിക്കണം ജയകൃഷ്ണന്റെ തീരുമാനം. ജയകൃഷ്ണൻ സ്റ്റാൻലിയുടെ കാറുമെടുത്ത് ഡിക്കിയിൽ സ്റ്റാൻലിയുടെ ബോഡിയും ഇട്ടങ്ങനെ പോകുമ്പോ ആ കാറിന്റെ ഡിക്കി ഭാഗം പതിയെ തുറക്കുന്നതായി കാണാം. സ്റ്റാൻലി മരിച്ചിട്ടില്ല എന്നവിടെ വെച്ച് വ്യക്തമാകുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. കളങ്കാവൽ എന്ന ഈ സിനിമയുടെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.